ഇതേ കപ്പ പുഴുങ്ങാൻ പോവുകയാണ് കേട്ടോ. കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വേകുന്ന കപ്പയാണ് എന്ന് പറഞ്ഞിട്ടാ കിട്ടിയത് കേട്ടോ. നന്നായിട്ട് വേകുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിങ്ങനെ പൊളിച്ച് എടുക്കാം. ഇന്ന് ഇതേ വറുത്തരച്ച ചിക്കൻ കറിയും അതുപോലെ തന്നെ കപ്പയും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേ വറ്റൽമുളക് നന്നായിട്ട് അരച്ചെടുക്കുവാണ്. വറുത്തതിന് ശേഷം കല്ലിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുവാണ്. അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ നന്നായിട്ട് അരച്ച അരപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി ചിക്കൻ കറി വെക്കണം. ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ച് അതുപോലെ തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ആ അരപ്പിൽ അരച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല, അതിന് ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ സവോളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. സവോള ചേർത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. ഇനി ഇതേ നമ്മൾ ഒഴിച്ച മിക്സിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതേ വാഴയില വെച്ചൊന്ന് അടച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും വാഴയില വെച്ച് അടയ്ക്കുമ്പോൾ. ഇനി അത് അവിടെ ഇരുന്ന് അതേ നല്ല കപ്പ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടുവും കൂടെ വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. ഇതേ ചിക്കനും കപ്പയൊക്കെ ഇലയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇച്ചിരി കഴിച്ചു കേട്ടോ, ഒന്നുകൂടെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ എന്താ എരി ഉപ്പും ഒക്കെ കറക്റ്റാട്ടോ. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറയുകയാണ്. പക്ഷേ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.